ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവമാധ്യമത്തിലൂടെ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളായി തീരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ദേശത്തിൻ്റെ നാനായിടങ്ങളിലായിരുന്നു കൊണ്ട് ഈ നവമാധ്യമത്തിലൂടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവകൃപ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ആരാധനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിങ്കൽ കൂടെ അനന്തമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, വീണ്ടും ഒരു വിശുദ്ധ ദിവസങ്ങൾ കാണുവാൻ അങ്ങേ ആത്മാവിലെ സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കും ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയ എല്ലാ ഭാഗ്യ പദവികൾക്കായിട്ടും നന്ദിയോടുകൂടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് ഞങ്ങളെ തന്നെ അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ ഈ ആരാധനയിലൂടെ അനുഭവിച്ചറിയുവാൻ അങ്ങേ ആത്മാവിലെ സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കും പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആദ്യോടന്തം അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിലും അവിടുത്തെ ആത്മാവിന്റെ കോട്ടയ്ക്കുള്ളിലും ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹാ മൂലം അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 34 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 34 കീർത്തനം ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ചന്ദ്രാദി സൃഷ്ടിയെ കുമ്പിടിനാവൻ മുൻപിൽ സ്തുതിച്ചൊൽക സ്തുതിച്ചൊൽക കൃപാലുവേ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലെ സത്യത്തിൽ നമസ്കരിക്കണം.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഒന്നിനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എത്രയേ നമുക്കുള്ളത്. ആയതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായിട്ട് നമ്മെ തന്നെ ശോധന ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതയാത്രയിൽ വന്നു പോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ചിന്തയില്, നോട്ടത്തില്, വിചാരങ്ങളിലൊക്കെ ദൈവത്തിന് അനിഷ്ഠിതമായിരിക്കും നാം ചെയ്തിരിക്കുന്നു. നമ്മുടെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അതിനെ ഹിമപോലെ വെളുപ്പിക്കുമെന്നല്ലേ ചെയ്തിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവിന്റെ ഒരു സന്നിധിയിലാണ് ഞാനും നിങ്ങളും എടുത്തു വന്നിരിക്കുന്നത്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തിന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഒരു നിമിഷം മൗനമായിട്ട് ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥനയെ നമുക്ക് പങ്കുകാരായി തീരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു.
ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോട് നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ, കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 100-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി വീരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം എന്നീ ക്രമത്തിൽ ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് ഈ സമയത്ത് ശ്രമിക്കാം. First reading is taken from Exodus chapter 4 verses 10 to 17. Exodus chapter 4 verses 10 to 17. Moses said to the Lord, "Pardon your servant, Lord. I have never been eloquent, neither in past nor since you have spoken to your servant. I am slow of speech and tongue." The Lord said to him, "Who gave human beings their mouths? Who makes them deaf or mute? Who gives them sight or makes them blind? Is it not I, the Lord? Now go, I will help you speak and will teach you what to say." But Moses said, "Pardon your servant, Lord. Please send someone else." Then the Lord's anger burned against Moses, and he said, "What about your brother Aaron the Levite? I know he can speak well. He is already on his way to meet you, and he will glad to see you. You shall speak to him and put words in his mouth. I will help both of you speak and will teach you what to do. He will speak to the people for you, and it will be as if he were your mouth and as if you were God to him. But take this staff in your hand so that you can perform the signs with it." Here ends the first reading. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 37-ാം സങ്കീർത്തനം നമുക്ക് 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ചു നന്മ ചെയ്യുക, ദേശത്തു പാർത്തു വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുതേ, അത് ദോഷത്തിൽ നിന്നു ഹേതുവാകുകയുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു. കർത്താവെ അവനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും
ദുഷ്ടന്മാർ വാളൂരി വില്ലു കുലച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേകം ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെയുള്ള അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിൽ എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. Today's second lesson is taken from Paul's second letter to the Corinthians, chapter 12, verses begins from 1 to 10. 2 Corinthians, chapter 12, verses from 1 to 10. I have to boast, even though it doesn't do any good, but I will now talk about visions and revelations given me by the God. I know a certain Christian man who 14 years ago was snatched up to the highest heaven. I do not know whether this actually happened or whether he had a vision, only God knows. I repeat, I know that this man was snatched to paradise. Actually, I do not know whether this actually happened or whether it was a vision, only God knows. And there he heard things which cannot be put into words, things human lips may not speak. So I will boast about this man, but I will not boast about myself, except the things that show how weak I am. If I wanted to boast, I would not be a fool, because I would be telling the truth. But I will not boast, because I do not want anyone to have a higher opinion of me than he has as a result of what he seen me do and heard me speak. But to keep me from being puffed up with pride because of many wonderful things I saw, I was given a painful physical alignment, which acts as Satan's messenger, to beat me and keep me from being proud. 3 times I prayed to the Lord about this and asked him to take it away. But his answer was, my grace is all you need, for my power is great when you are weak. I am most happy then to be proud of my weakness, in order to feel protection of Christ's power over me. I am content with weakness, insults, hardships, persecutions, and difficulties for Christ's sake. For when I am weak, then I am strong. Here ends the second lesson. Amen. ഈ വിശുദ്ധ ആരാധനയിൽ വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടെ കേൾക്കും. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. നാം വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവവചന കേൾവിക്ക് നമ്മെ ഒരുക്കുന്നതിന് മുമ്പായിട്ട്
ജ്ഞാനകീർത്തനങ്ങളിൽ 174 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 174 കീർത്തനം ചേർന്ന് പാടി ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പസമയം അവിടുത്തെ ജീവനും ചൈതന്യവുമുള്ള അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ കീഴിലായിരിക്കട്ടെ. വചനമേതാത്മാവിനാൽ എഴുതപ്പെട്ടു, അതേ ആത്മാവിനാൽ അവിടുത്തെ വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്നു. വചന കേൾവിക്കായിട്ട് അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ ഒരുക്കണം. വചനം സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ബലഹീനനാവുന്ന അടിയൻ്റെ നാവുകളെ അവിടുന്ന് ബലപ്പെടുത്തണം. കൃപയിൽ പൊതി പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവമാധ്യമത്തിലൂടെ ദൂരത്തും ചാരത്തുമായിരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിങ്കൽ ഈ നവമാധ്യമത്തിലൂടെ നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനായിട്ട് ലഭിച്ച ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നമുക്ക് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കാം. വളരെ സംഭവബഹുലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. രോഗങ്ങളും ക്ഷീണങ്ങളും ഭാരങ്ങളും ഒക്കെയുമുള്ള ഒരു കാലഘട്ടം. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവം നമ്മെ എത്രയോ ഭദ്രകരമായിട്ടാണ്, എത്രയോ ക്ഷേമകരമായിട്ടാണ് നമ്മെ സൂക്ഷിക്കുന്നത് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിരിക്കുന്ന കഴിവുകളുള്ളവരെ കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഞായറാഴ്ചയായിട്ടാണ് ഇന്ന് നാം ആചരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മഹായിടവകയിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന കരുണാലയത്തെക്കുറിച്ചും അതിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ടുള്ള ഒരവസരമാണ് നമുക്ക്. അത്യാധുനിക കാലഘട്ടത്തിൽ
വികലാംഗർ, കഴിവില്ലാത്തവർ അഥവാ അംഗവൈകല്യം തുടങ്ങിയ പദങ്ങൾക്ക് പകരം ഉപയോഗിച്ച് വരുന്ന ഒരു പദമാണ് വിഭിന്ന കഴിവുള്ളവർ എന്ന് പറയുന്നത്. ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന പദം. വിഭിന്നങ്ങളായ കഴിവുകളുള്ളവർ എന്ന പദം അത് രൂപകൽപ്പന ചെയ്തത് 1980കളുടെ ആരംഭത്തിൽ ഡെമോക്രാറ്റീവ് നാഷണൽ കമ്മിറ്റിയാണ് ഈ വിഭിന്ന കഴിവുള്ളവർ എന്ന പദം അത് രൂപപ്പെടുത്തിയത്. എല്ലാ മനുഷ്യർക്കും വൈകാരികവും മാനസികവും ശാരീരികവും ആത്മീയവുമായിരിക്കുന്ന തലങ്ങളിൽ പരിമിതികളുണ്ട്. പരിമിതികളുള്ള മനുഷ്യരിൽ ചിലർക്ക് പരസഹായം ആവശ്യമായി വരുന്നു. അതേസമയം എല്ലാവരും വിവിധങ്ങളായ കഴിവുള്ളവരാണ് എന്നതും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയത്തില്ല. അടുത്ത കാലത്തായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില ചിത്രങ്ങൾ വളരെ സ്മരണീയമായിരിക്കുന്ന ഒന്നാണ്. 2 കൈകളില്ലാത്ത ഒരു മനുഷ്യൻ തൻ്റെ കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത്. അതുപോലെ തന്നെ വലതുകരം ഇല്ലാത്ത ഒരു കലാകാരൻ തൻ്റെ ഇടതുകരം കൊണ്ട് വരച്ച മനോഹരമായിരിക്കുന്ന ചിത്രവും അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഭിന്നശേഷിക്കാരെന്ന് പറയുന്നവരും. അവർ അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിൽ മാത്രമല്ല, കലയിലും കായികമായിരിക്കുന്ന രംഗങ്ങളിലും അവരുടെ കഴിവുകൾ ഈ നാളുകളിൽ തെളിയിക്കുകയാണ്. ഇത്തരത്തിൽ അപൂർണതയിൽ ആയിരിക്കുന്നവരെ പൂർണ്ണതയിലേക്ക് നയിച്ച യേശു ക്രിസ്തുവിന്റെ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ എന്ന് പറയുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ബലഹീനതയും വികലതയും അനാരോഗ്യവും അനുഭവിക്കുന്ന ഒരു നല്ല പങ്ക് മനുഷ്യർ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് എന്നത് ഒരിക്കലും മറന്നു പോകരുത്. ഇത്തരത്തിലുള്ള വിഭിന്ന ശേഷിക്കാരെ കുറിച്ച് ഓർക്കുകയും അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് സഭ വേർതിരിച്ചിരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ്. ഇവരെ പലപ്പോഴും സമൂഹം കാണുന്നത് പ്രയോജനമില്ലാത്തവരായി കാണുകയും അവരെ അവഗണിക്കുകയും ഒക്കെയും ചെയ്യുന്നുണ്ട്. അവരോടുള്ള ഈ സമീപനത്തിൽ നമുക്ക് കാലികമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വിഭിന്ന കഴിവുള്ളവരുടെ പരിമിതികളെ അംഗീകരിക്കുക എന്നതാണ്. വിഭിന്ന കഴിവുള്ളവരുടെ പരിമിതികളെ അംഗീകരിക്കുക എന്നതാണ്. ഇന്ന് നാം വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഈ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. ഇവിടെ മോശയെ ദൈവം ഒരു വലിയ ദൗത്യമേൽപ്പിച്ചു. മിസ്രൈമിൽ അടിമകളായിട്ട് ജീവിച്ച ഇസ്രായേൽ ജനത്തിന്റെ വിമോചനത്തിനായിട്ട് മോശയെ ദൈവം തെരഞ്ഞെടുത്ത് അയക്കുകയാണ്. ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ മോശ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ് എന്ന് മോശ ദൈവത്തോട് പറയുകയാണ്. എല്ലാ മനുഷ്യർക്കും പരിമിതികളുണ്ട്. അത് തിരിച്ചറിയുന്നത് ഫലപ്രദമായി ജീവിക്കുന്നതിന് നല്ലതാണ്. വ്യക്തിപരമായിട്ട് ഇത്തരം തിരിച്ചറിവുകൾ ഒരു ശുഭകരമായതാണ് എന്നതാണ് നാം വിശ്വസിക്കേണ്ടത്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന പേരും ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ച് സ്വയം ഒതുങ്ങിക്കൂടുന്നവരാണ്. ഇവിടെ ഇതാ മോശയെ ദൈവം ആ വലിയ ദൗത്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുമ്പോഴും മോശ പറയുകയാണ്, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ് എന്ന്.
അങ്ങനെ മോശ ഈ വലിയ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അവർക്കുള്ള കഴിവുകൾ പോലും ഉപയോഗിക്കാൻ കഴിവില്ലാത്തവരായി തീരുകയാണ്. എന്നാൽ ചിലർ അതിനെ അതിജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് ഏൽപ്പിക്കുന്ന ഈ വലിയ മഹത്വകരമായിരിക്കുന്ന ദൗത്യത്തിന്റെ ശുശ്രൂഷ, അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് ശ്രമിക്കുന്ന മോശയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. മോശ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുമ്പോൾ യഹോവ മോശയെ വിടുന്നില്ല. മറിച്ച് ഇതൊന്നും ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് തടസ്സമായ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് മോശയെ ഈ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് യേശു അല്ലെങ്കിൽ യഹോവ അവിടെ ഉറപ്പിക്കുകയാണ്. പരിമിതികൾ ഒരു വ്യക്തിയെ ഉദാസീനരാക്കേണ്ടതിന് പകരം അവനെ കർമ്മ നിരതരാക്കാനാണ് ശ്രമിക്കേണ്ടത്. മോശയ്ക്ക് ആശയ വിനിമയ ശേഷി കുറവാണെങ്കിലും നേതൃത്വ തലത്തിലുള്ള പാഠവത്തിന് കുറവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു മോശ. ഓരോ വ്യക്തികൾക്കും പരിമിതികളോടൊപ്പം കഴിവുകളും ഉണ്ട് എന്ന് ഈ വേദഭാഗത്തിലൂടെ നാം ദർശിക്കുകയാണ് ചെയ്യുന്നത്. മോശയെ ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ വിളിച്ചപ്പോൾ മോശ ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിച്ചു. എനിക്ക് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചപ്പോൾ അവനിലെ കഴിവുകളെ, നേതൃത്വ പാഠവത്തെ അംഗീകരിക്കുന്ന യഹോവ മോശയെ ഈ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് അതിനെ ക്ഷണിക്കുകയാണ്, അതിലേക്ക് മോശയെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിഭിന്നമായിരിക്കുന്ന കഴിവുള്ളവരുടെ അവരുടെ പരിമിതികളെ അംഗീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നാം അധിവസിക്കുന്ന സഭയിലും സമൂഹത്തിലുമൊക്കെയും അനേകര് ഇങ്ങനെ വിഭിന്നങ്ങളായിരിക്കുന്ന കഴിവുകളുള്ളവരുണ്ട്. അവർക്ക് പരിമിതികളുണ്ട് എങ്കിലും മറ്റൊരു തലത്തിൽ അവർ അവരുടേതായിരിക്കുന്ന പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് എന്നത് തിരിച്ചറിയുവാൻ, അവരെ അംഗീകരിക്കുവാനായിട്ട് ദൈവമക്കളായിരിക്കും നമുക്ക് സാധിക്കണം. റോബർട്ട് എം ഹെൻസൽ ജന്മനാൽ തന്നെ സ്പൈനിയ ബിഫിഡിയ എന്ന് പറയുന്ന രോഗം ബാധിച്ച വ്യക്തിയാണ്. സഞ്ചാരശേഷിയില്ലാത്തതിനാൽ വീൽ ചെയറിലാണ് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ദൂരം വീൽ ചെയറിൽ യാത്ര ചെയ്ത ഗിന്നസ് വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ്. 9.94 കിലോമീറ്റർ ഈ ജന്മനാൽ ഈ രോഗം ബാധിച്ച മനുഷ്യൻ വീൽ ചെയറിൽ യാത്ര ചെയ്തു. അതുപോലെ തന്നെ കവിതാ രചനയിൽ അന്താരാഷ്ട്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: ശുഭപ്രതീക്ഷയാൽ മറികടക്കാനാകാത്ത ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഇടത്തു നിന്നാണ് കൂടുതൽ ഉത്തേജനമുണ്ടാകുന്നത് എന്നാണ് ഈ ജന്മനാൽ ഈ കഴിവുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന ഈ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഈ മനുഷ്യൻ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് പരിമിതികളെ കുറിച്ച് പരിഭവിച്ചു കൊണ്ടിരുന്നാൽ പരിമിതികൾ നമ്മെ കീഴ്പ്പെടുത്തും. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ സാധിച്ചാൽ നമുക്ക് അനേകം സാധ്യതകൾ കണ്ടെത്തുവാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയമില്ലാത്തതാണ്. അതുകൊണ്ട് വിഭിന്നമായ കഴിവുള്ളവരുടെ പരിമിതികളെ അംഗീകരിക്കുവാനായിട്ട് അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഉറപ്പോടുകൂടെ, പ്രത്യാശയോടുകൂടെ, അവരും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ള വലിയ തിരിച്ചറിവുകൾ നമുക്ക് ഈ നാടുകളിൽ ഉണ്ടാകണം. അവരുടെ കഴിവുകളെ അംഗീകരിക്കുവാനായിട്ട്, അവരുടെ പോരായ്മകളെ അതിനോട് താതാത്മ്യപ്പെടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചേ മതിയാകുകയുള്ളൂ. അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചെന്ന മാതൃക. മോശ ഇവിടെ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ ശ്രമിച്ചപ്പോൾ
യഹോവ മോശയെ ആ ദൗത്യത്തിനായിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് കഴിവുകളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരായിട്ടല്ല, കർത്താവ് നൽകുന്ന കഴിവുകൾക്കും പ്രാപ്തിക്കും അതീതമായി നിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, അന്യതാ കഴിവുള്ളവരെ ജീവിതത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളുവാൻ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തുവിന്റെ ആ മാതൃക നമുക്ക് ഈ ലോകത്ത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുക. ആ വലിയ ശുശ്രൂഷയാണ് നമുക്ക് ഈ നാളുകളിൽ ചെയ്യുവാൻ സാധിക്കേണ്ടത്. 2, വിഭിന്ന ശേഷിക്കാരുടെ ജീവന്റെ പവിത്രത അത് അന്വേഷണാത്മക ഇടപെടലിലൂടെ സാധ്യമാകുന്നു. വിഭിന്ന ശേഷിക്കാരുടെ ജീവന്റെ പവിത്രത അത് അന്വേഷണാത്മക ഇടപെടലിലൂടെ സാധ്യമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഈ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. ബെഥസ്ദ എന്ന് പറയുന്നത് വളരെ ജനസാന്ദ്രതയുള്ള ഇടമാണ്. ഇതിന് പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് കുളത്തിന്റെ അത്ഭുത പാരമ്പര്യവും ഇതിന്റെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന പ്രത്യേകതകളുമാണ്. യെരുശലേമിലെ ആട്ടുവാതിലിന് സമീപമുള്ള സ്ഥലമാണ് കരുണയുടെ ഭവനം എന്നറിയപ്പെടുന്ന ബെഥസ്ദ. ഇങ്ങനെ ജനസാന്ദ്രമായ സാമൂഹിക സാഹചര്യത്തിലാണ് 38 വർഷമായിട്ട് രോഗസൗഖ്യത്തിനായിട്ട് കാത്ത് ഒരു മനുഷ്യൻ കിടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് യേശുക്രിസ്തുവിന്റെ കടന്നുവരവ് അത് പ്രസക്തമാകുന്നത്. ആരാധനയുടെയും യാഗത്തിന്റെയും ഇടമാണ് യെരുശലേം എന്ന് പറയുന്നത്. ആട്ടുവാതിൽ എന്ന് പറയുന്നത് അതിലേക്കുള്ള വഴിയും അവിടേക്കുള്ള യാത്രകളെല്ലാം ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. ബെഥസ്ദയിലെ ഈ 38 വർഷക്കാലം രോഗിയായി കിടക്കുന്ന മനുഷ്യൻ ഈ യാത്രക്കാരുടെ ഒന്നും ദൃഷ്ടിപഥത്തിൽ കാര്യമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. യാഗങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവ സംപ്രീതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആത്മീയത നമ്മോട് ആവശ്യപ്പെടുന്നത് ബലഹീനരുടെ കരുതലാണ്. ഇത് പൂർത്തിയാകാത്ത ആത്മീയതയുടെ ഉദാഹരണങ്ങളാണ് ഈ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം ദർശിക്കുന്നത്. ഇതിനാവശ്യമെന്ന് പറയുന്നത് അന്വേഷിച്ച് അറിയുവാനായിട്ടുള്ള ഒരു മനസ്സാണ്. ഈ 38 വർഷക്കാലം രോഗിയായി കിടക്കുന്ന മനുഷ്യനെ അതുവരെയും അത്ര നാളുകൾ അനേകർ യാത്ര ചെയ്തിട്ടും അവരുടെ ഒന്നും ദൃഷ്ടികൾ ഈ മനുഷ്യൻ പതിഞ്ഞില്ല. എന്നാൽ യേശുവിന്റെ കടന്നുവരവെന്ന് പറയുന്നത് ഇവിടെ വളരെ പ്രസക്തമാവുകയാണ്. ഇവിടെ ഇതാ ഈ വിഭിന്നശേഷിക്കാരനായിരിക്കുന്ന രോഗിയുടെ ജീവിതത്തിലേക്ക് ഒരു അന്വേഷണാത്മകമായിരിക്കുന്ന ഇടപെടലുകൾ യേശു നടത്തുകയാണ്. അന്വേഷണത്തിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഇടപെടലുകളിലൂടെയാണ്. യേശു ഇതാ ഈ മനുഷ്യന്റെ രോഗിയായിരിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ചില ഇടപെടലുകൾ നടത്തുകയാണ്. ഇടപെടലുകളെല്ലാം തന്നെ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. എന്നാൽ വെല്ലുവിളികളുടെ നടുവിൽ ഭയരഹിതമായിരിക്കുന്ന പ്രവർത്തനം മറ്റുള്ളവരിലേക്കും അന്വേഷണത്തെ സാധ്യമാക്കുന്നുണ്ട്. ഇവിടെ ഇതാ യേശു പറയുകയാണ്, ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. 9-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന പ്രയോഗത്തിൽ സാമൂഹികപരമായിരിക്കുന്ന സകല വ്യവസ്ഥിതികളെയും ഘടനകളെയും ഒക്കെ യേശു ഇവിടെ പൊളിച്ച് എഴുതുകയാണ്. ഈ യേശുവിന്റെ ക്രിയാത്മകമായിരിക്കുന്ന
ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. രോഗിയിലേക്ക് എത്തുന്ന അന്വേഷണാത്മക സംഘർഷങ്ങളെ സധൈര്യം സ്വീകരിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. 10ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു ശബ്ബത്തിലാണ് ഈ രോഗിയായിരിക്കുന്ന മനുഷ്യന് സൗഖ്യം നൽകിയത്. യഹൂദന്റെ ന്യായപ്രമാണത്തിന്റെ എല്ലാ നിയമസംഹിതകളെയും യേശു ഇവിടെ സധൈര്യം പൊളിച്ചെഴുതുകയാണ്. ബെഥസ്ദാ കുളത്തിന്റെ മഹനീയത തേടിയെത്തിയ ജനസമൂഹത്തിൽ സ്വാർത്ഥതയുടെ മുഖങ്ങൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. അനേകർ അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്, അനേകർ സൗഖ്യമാകുന്നുണ്ട്. ഇവിടെയൊക്കെയും ചിലരിലൊക്കെയും സ്വാർത്ഥതയുടെ മുഖങ്ങൾ അവിടെ ദർശിക്കുകയാണ്. എന്നാൽ സംഘർഷങ്ങളുടെ ഇടയിൽ ഭയമില്ലാതിരിക്കുന്നതാണ് അന്വേഷണത്തെ സാധ്യമാക്കുന്നത്. സമൂഹം ഭയപ്പെടുന്ന ഇടത്ത് തളർച്ചകളൊക്കെ സംഭവിക്കുകയാണ്. എന്നാൽ ഇതാ യേശു അവന്റെ ജീവിതത്തിലേക്ക് ഒരു അന്വേഷണാത്മകമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തുകയാണ്. സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്നുള്ള ഒരു തുറന്ന ചോദ്യം യേശു ഇവിടെ ചോദിക്കുകയാണ്. വിഭിന്ന കഴിവുള്ളവരെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അവര് ധാരാളം പേരുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു അന്വേഷണാത്മകമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തുവാൻ സഭയ്ക്കും സമൂഹത്തിനും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വാർത്ഥതകളെ വെടിഞ്ഞ് യേശു കാണിച്ചു തന്ന അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് യേശുവിന് സാധിച്ചുവെങ്കിൽ വിഭിന്നങ്ങളായിരിക്കുന്ന കഴിവുകളുള്ളവരുടെ പരിമിതികളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവിടെ ആവശ്യങ്ങളിലേക്കൊന്ന് ഉറ്റുനോക്കുവാനായിട്ട് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കും ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അവരുടെ അസ്തിത്വത്തിലേക്കും അവരുടെ ആവശ്യങ്ങളിലേക്കും എത്തിച്ചേരുന്ന അന്വേഷണവും ശരിയായിരിക്കുന്ന ഇടപെടലുകളും ഇന്ന് രൂപപ്പെടുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് നാം ഇന്ന് വിഭിന്ന ശേഷിക്കാരെ കരുതുകയും അവരെ ഓർക്കുകയും ചെയ്യുന്ന ഈ ഞായറാഴ്ച നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാൻ, അവരുടെ ജീവിതത്തിലേക്ക് ചില ഇടപെടലുകൾ നടത്തുവാനായിട്ട് ഇവിടെ 38 വർഷക്കാലം രോഗിയായി കിടന്ന മനുഷ്യന്റെ അരികിലേക്ക് യേശു കടന്നു എന്നതുപോലെ ആവശ്യത്തിലിരിക്കുന്നവന്റെ അരികിലേക്ക് അടുത്തു ചെല്ലുവാൻ, അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി നമുക്കുള്ളതുപോലെ അവരെ സഹായിക്കുവാനായിട്ട് ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതിനാണ് ക്രിസ്തുവിനെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരാധുനിക കാലഘട്ടം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കരണത്തിന്റെ ആഴം അത് ഭീമമായിട്ട് വിധം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബലഹീനർ സമൂഹത്തിന്റെ വേർതിരിവുകളുടെ സാക്ഷ്യപാത്രങ്ങളായി തീരുന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, അവരെ വീണ്ടെടുക്കുവാനായിട്ട് ക്രിസ്തു ഇതാ എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. ആ വിളി ഏറ്റെടുക്കുവാനായിട്ട്, ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാനായിട്ട്, ക്രിസ്തു കാണിച്ചു നൽകിയ ആ നവമാതൃകകളെ ജീവിതത്തിൽ പിൻപറ്റുവാനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും വിഭിന്നമായിരിക്കുന്ന കഴിവുകളുള്ളവരെ അംഗീകരിക്കുവാൻ, അവരുടെ ജീവിതത്തിലേക്ക് ഒരു അന്വേഷണാത്മകമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായി പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണം. കൃപയെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം, അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിൽ ബാധിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും
പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാടുകൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ: സ്നേഹിക്കുകയും ഓരോ ജീവിതത്തെയും കൃപയോടെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബലഹീനരും പീഡിപ്പിക്കപ്പെടുന്നവരും അപമാനിക്കപ്പെടുന്നവരും ഏകാന്തത അനുഭവിക്കുന്നവരും ശാരീരികമായ വെല്ലുവിളികൾ നേടുന്നവരുടെയും മേൽ അങ്ങയുടെ കൃപകൾ ചൊരിയുകയും ചെയ്യണമേ. തൻ്റെ ഏകലോക ജീവിതത്തിലൂടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ അന്തസ്സ് പ്രഖ്യാപിച്ച ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾക്കെല്ല വരുന്നത് നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെ ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളും ശരീരങ്ങളും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചെന്ന ക്രിയകളിൽ നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്നും ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ആത്മീയ ഗാനങ്ങളിൽ 25-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ആത്മീയ ഗാനം 25 ചേർന്ന് പാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. യാചന
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് വണക്കാം. ക്രിസ്തുവേശുവിങ്കൽ കൂടെ അനന്തമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ചൊരിക്കൽ കൂടി ദൈവസന്നിധിയിൽ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ വലിയവനായിരിക്കുന്ന ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായിട്ട് പദവികൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളോടൊപ്പം പ്രഭാതം കണ്ട അനേകര് ലോകത്തോട് മൺമറഞ്ഞപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ വലിയവനായിരിക്കും ദൈവം ഞങ്ങളെ സഹായിച്ച വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ മുഴുവനായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും കുടുംബമായിട്ട് വ്യക്തികളായിട്ട് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും അവിടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം. അവിടുത്തെ നന്മകൾ കൊണ്ടും അവിടുത്തെ കൃപകൾ കൊണ്ടും കർത്താവ് എല്ലാ കുടുംബങ്ങളെയും നിറച്ച് അവിടുന്ന് ഭരിച്ച് അവിടുന്ന് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടവകയിലെ വ്യത്യസ്തമായിരിക്കുന്ന സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനായിട്ട്, യുവജന സഖ്യത്തിനായിട്ട്, സ്ത്രീജന സഖ്യത്തിനായിട്ട്, ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളും കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിലാൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ റോഷിൻ്റെ മറവിൽ അവിടുന്ന് മറയ്ക്കണം. ആത്മാവിൽ അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ കൃപയിൽ പോലും പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളും ദിനംതോറും കർത്താവെ ശക്തിപ്പെടുവാൻ ബലപ്പെടുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ ആക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ വേണ്ടുവോളം ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും പരിജ്ഞാനം കൊണ്ടും നിറയ്ക്കണമേ. ദൈവാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുഞ്ഞുങ്ങളെ അവിടെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യ ഭാരങ്ങളുടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്ന താവേ, രോഗത്തിലും വേദനയിലും ഭാരങ്ങളിലും നൊമ്പരങ്ങളിലും കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കുന്ന താവേ, ഞങ്ങളുടെ രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ട മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബിനുവാൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. അനുവാൻറ്റിക്കായി പ്രാർത്ഥിക്കുന്ന താവേ, അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെയൊക്കെയും തൊട്ട് സ്വർഗത്തിലെ തമ്പുരാൻ അവിടുന്ന് സൗഖ്യമായി പ്രാർത്ഥിക്കുന്നു. ആശ്വാസപ്രദനായിരിക്കുന്ന കർത്താവിന്റെ കരം നീട്ടി അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ തൊട്ട് സൗഖ്യം പ്രാർത്ഥിക്കുന്ന താവേ, വാർദ്ധക്യ സഹജമായിരിക്കുന്ന ക്ഷീണതകൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നരയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കാമെന്നുള്ള വാഗ്ദത്തത്തിനായി സ്തുതിക്കുന്നു. വാർദ്ധക്യത്തിലും തളർന്നു പോകാതെ യഹോവയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെല്ലാം മാതാപിതാക്കളെ അവിടുന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ പൊതിയണം, ആത്മാവിൽ ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് ഭവനത്തിന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, ഉപജീവന മാർഗത്തിനായി കാത്തു പ്രാർത്ഥിക്കുന്നവർക്കായിട്ട്, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്കായിട്ട്, ഉപജീവന മാർഗത്തിനായിട്ട് കാത്തു പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കിളിവാളെ തുറന്ന് മതി എന്ന് പറയുന്ന സമൃദ്ധിയായിട്ട് അമർത്തി കുലുക്കി അവിടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശാരീരികമായിട്ടും മാനസികമായിട്ടും കർത്താവേ ബലഹീനതകളും ക്ഷീണതകളും അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ കഴിവുകളെ അംഗീകരിക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഉൾപ്പെടുന്ന ഞങ്ങളുടെ മഹാടവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അച്ഛന്മാർക്കായി, ഉപദേശിമാർക്കായി, മിഷണറിമാർക്കായി, സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവയ്ക്ക് നൽകുന്ന അഭിബന്ധ തിരുമേനിക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവയെ ഭരിച്ചു വഴി നടത്തുവാൻ തക്കവണ്ണം അവിടുത്തെ അപേക്ഷത്തിലെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുകയും ബലം പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കായിട്ടും എല്ലാ ജനഭാഗങ്ങൾക്കായിട്ടും എല്ലാ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം നീട്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന കൃപ അവിടുന്ന് പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായി, നഴ്സുമാർക്കായിട്ട്, മറ്റ് മത സാമൂഹിക രാഷ്ട്രീയ മത നേതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരിലൂടെയൊക്കെയും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ
അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അധിവസിക്കുന്ന ദേശത്തിനായിട്ട്, രാഷ്ട്രത്തിനായി, സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, സമൃദ്ധി വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന കൃപയിൽ അവിടുന്ന് പൊതിയണമേ. യഹോവ രാജാതി രാജാവായിട്ട് അങ്ങ് അവിടുന്ന് വാഴ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രിയപ്പെട്ട മക്കളുടെ ഒക്കെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവിടുന്ന് മാനിക്കുകയും വഴി നടത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ പൊതിയണം, ആത്മാവിൽ ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന കൃപയിൽ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ ആത്മീയവും ഭൗതികമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, അവിടെ ഞങ്ങളുടെ സഭയെ ജയോത്സവമായിട്ട് അവിടെ ദിനംതോറും വഴി പ്രാർത്ഥിക്കുന്നു. അനേകർ കടന്നു വരുവാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാനായിട്ട് ദേശത്ത് ശോഭിക്കുന്ന സാക്ഷ്യമുള്ള സമൂഹമായിരിക്കാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഭയെ അവിടെ സഹായി പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പുതിയ പ്രാർത്ഥിക്കുന്നു. സകലവിധമായ നന്മകളാലും കൃപകളാലും നിറയെ പ്രാർത്ഥിക്കുന്നു. സകലമാനോ മഹത്വം അങ്ങെടുക്കണം. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് ചെയ്ത സകല നന്മകളെ ഓർത്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് പങ്കുകാരായി തീരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ ഇടയിലൂടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ട്, മാർദ്ദരകരുണയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് മഹാവിനെ മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത് നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാടുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൊണ്ട് നിന്റെ സ്തുതിയെ പുസ്തപ്പെടുത്തേണ്ടതിനും നിന്റെ സകലകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്ന് അവർ കണ്ടറിവാനും അവയെ വിശ്വസതയോടെ നിവർത്തിപ്പാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളേണമേ. ആമേൻ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ ആശീർവാദത്തെ സ്വീകരിപ്പിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവിന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവിന്റെ മുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വകളും കൂട്ടായ്മയും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവമാധ്യമത്തിലൂടെ ഈ വിശുദ്ധ ആരാധന പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും വലിയവനായിരിക്കും ദൈവം ഓടുന്ന സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയത്തിൽ വെച്ച് ആരാധന നടത്തപ്പെടുന്നതാണ്. കഴിയാവുന്ന ആളുകളൊക്കെ വന്ന് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ദശാംശം, മറ്റ് പ്രത്യേക സ്തോത്രങ്ങളൊക്കെയും വളരെ ദൈവസന്നിധിയിൽ വളരെ ഒരുക്കത്തോടുകൂടെ ദൈവം നിങ്ങൾക്ക് നൽകിയെന്ന് ഒരംശം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നൽകണമേ എന്ന് ദൈവനാമത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ സെക്സ്റ്റൻ, നമ്മുടെ കപ്പ്യാരുടെ മകളുടെ എഡ്യൂക്കേഷൻ ഹെൽപ്പിലേക്ക് നിങ്ങളാൽ കഴിയുന്നത് പോലെ നിങ്ങളുടെ ദാനങ്ങളെ നൽകണമേ എന്ന് ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആരാധനയുടെ അവസാനമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 270 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 270 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. Hallelujah.
ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടി നമുക്ക് സമാധാനത്തോടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.